ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ളൊരു യാത്രയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കാണെങ്കിലും നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്കാണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ് ഈ രാവിലെ എണീക്കുന്നത്. പിന്നെ ട്രാഫിക് ബ്ലോക്കും വെയിലിൻ്റെ ചൂടൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയും അങ്ങ് എണീറ്റ് പോകും. ബാംഗ്ലൂർ ഇപ്പോൾ എക്സ്ട്രീം വിൻ്റർ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 4 മണിക്കോ 3 മണിക്കോ ആണ്. 4 മണിക്കോ 3 മണിക്കൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി മൈസൂർ പാലസിൻ്റെ മുന്നിൽ കൂടെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മൈസൂർ പാലസിൽ ഓൾറെഡി കുറച്ച് തവണ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല. ഈ ദസറ ടൈമിൽ മൈസൂർ പാലസ് കാണുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഫുൾ ലൈറ്റ്സൊക്കെ വെച്ചിട്ടില്ല, പക്ഷേ ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടത് ഗുണ്ടൽപേട്ടെത്തുമ്പോഴേക്കുണ്ടാകുന്ന ഈ സൺഫ്ലവറിൻ്റെ ഈ ഗാർഡനാണ്. അത് മിക്കവാറും എല്ലാ തവണ വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇപ്രാവശ്യവും നമ്മളതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ആ ഒരു യാത്രയാണ്. മിക്കവാറും തന്നെ എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ ഞങ്ങൾ കാണാറുണ്ട്. കുരങ്ങന്മാരെയോ മാനുകളെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് 2 ആനകളെ നേരിട്ട് കണ്ടു. പിന്നെ നമുക്ക് അവിടെ കുറേ സമയം വണ്ടി നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കാടായതുകൊണ്ടും നമുക്കതിന് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ വണ്ടിയൊന്നും നിർത്തിയില്ല.